ഒരു സന്യാസി മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യമൊഴികൾ കുറിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അന്ത്യമൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണല്ലോ. അപ്പോൾ അദ്ദേഹം ചെറുചിരിയോട് പറഞ്ഞു, "Can you give a piece of bread?" ഒരു അപ്പക്കഷ്ണം തരുമോ? ആളുകൾ അമ്പരന്ന് പോയി. ഇതാണ് അന്ത്യമൊഴി. അപ്പക്കഷ്ണം കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അതെടുത്തു പതുക്കെ പതുക്കെ ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് ഹൃദ്യമായ സ്വർഗീയമായ പുഞ്ചിരിയോട് പറഞ്ഞു, "The bread is very tasty. The bread to come will be more tasty." ഈ അപ്പം വളരെ രുചിപ്രദമാണ്, വരാനിരിക്കുന്ന അപ്പം ഇതിലും രുചിപ്രദമാണ്. നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവസാനമായിട്ട് നിർവൃതി. ആവൃത്തിയൊക്കെ മാറുമ്പോൾ നിർവൃതി വരും. ഇറ്റേണൽ ലൈഫ് നിർവൃതിയുടെ ലൈഫാണ്. അതിനെക്കുറിച്ചും ധ്യാനിക്കേണ്ടത് ആവശ്യമില്ലേ? ഡൊമിനിക് സാവിയോ എന്ന കൊച്ചുകുട്ടി മരിക്കും നേരത്ത് മരണക്കിടക്കിൽ കിടന്ന് അവസാനമായിട്ട് പറഞ്ഞത് എന്താണ്? "ഞാൻ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ കാണുന്നു." എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലെ കാഴ്ചകളിൽ കുടുങ്ങി കിടക്കരുത്. അതിനേക്കാൾ സുന്ദരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉൾക്കണ്ണ് തുറക്കണം. അങ്ങേയറ്റം പീഡകളൊക്കെ സഹിച്ച് മരിച്ച യോഹന്നാൻ, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടെ ആളുകൾ നോക്കി പറഞ്ഞു, "പൂക്കൾ പൂക്കൾ പൂക്കൾ, ഞാൻ പൂക്കൾ മാത്രം കാണുന്നു." അതായത് നിത്യതയുടെ വെള്ളപ്പൂക്കൾ, പനിനീർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. അയാൾ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെയൊക്കെ നിർവൃതിയോടുകൂടി മടങ്ങിപ്പോകാൻ സാധിക്കണം.